ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തെ പരിപാടിയിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. അപ്പം ഏട്ടൻ രാവിലെ കടയിൽ പോയപ്പം കുറേ കുഞ്ഞ് അയിലകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ അയിലാണെന്ന് ഞാൻ കേട്ടത്, അതുകൊണ്ട് വാങ്ങിക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ കുഞ്ഞ് അയിലയാണ് കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആദ്യമേ മീൻ വെട്ടുന്നതിന് അതിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെക്കുവാണ്. അപ്പോൾ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ മീൻ വെട്ടാനൊക്കെ ഇറങ്ങിയത് കേട്ടോ. അപ്പം മീനൊക്കെ വെട്ടിക്കയറി കുറച്ച് വറക്കാനുള്ളത് എടുത്തു, കുറച്ച് കറി വെക്കാനെടുത്തു. അപ്പം വറക്കുന്നതിനകത്ത് ഞാനിടുന്ന മസാലകൾ ഇതൊക്കെയാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ചിലപ്പം ചേർക്കാറുണ്ടെങ്കിലും ഇന്നത്തെ അത് ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. പിന്നെ കുറച്ച് നാരങ്ങ നീരോടെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാൻ ഇട്ടപ്പം കുറച്ച് കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചിങ്ങ് എടുത്ത് കേട്ടോ ഉപ്പ്. അപ്പോൾ അത്രയും ചേർത്തിട്ട് ഞാൻ ഇളക്കിയിടുകയാണ്. എപ്പോഴും ഒരേ രീതിയിലൊന്നുമല്ല. ചിലപ്പം വെളുത്തുള്ളി പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചി കൂടെ അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് ചേർക്കും. ചിലപ്പം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പൂടെ മാത്രം ചേർത്തിട്ടെടുക്കും. അങ്ങനെയൊക്കെ ഓരോന്ന് തോന്നുന്ന രീതിയിലൊക്കെയാണ് ഞാൻ വെക്കുക. നിങ്ങളൊക്കെ എങ്ങനെ വെക്കുക? ഒന്നെങ്കിൽ ഞാനാണെങ്കിൽ ഓരോന്ന് വിധം ഇങ്ങനെ തിരുമ്മി എടുക്കും, മുളക് പൊടിക്കകത്ത് മുക്കിയെടുക്കും. പക്ഷേ ഇതാണെങ്കിൽ എല്ലാം ഇട്ടങ്ങ് തേച്ചെടുത്തു. അപ്പോൾ ഇനി അതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. 10 മിനിറ്റ് അല്ല, നമ്മുടെ കറി വേവുന്ന വരെ അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കത് വറുത്തെടുക്കാം കേട്ടോ. അപ്പം കറിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ഞാൻ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളിയും അതുപോലെ പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതെല്ലാം ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെച്ചാൽ മാത്രം മതി. അപ്പോൾ എണ്ണ ആവശ്യത്തിന് എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തുനിന്ന് ഉലുവ പൊട്ടിക്കാൻ വേണ്ടി ഇട്ടു കേട്ടോ. ചിലർ കടുവ് ഇടുന്ന കാണാം, പക്ഷെ ഞങ്ങളൊന്നും കടുവൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഈ ഉലുവ തന്നെയാണെങ്കിൽ, അമ്മയൊക്കെ ആണെങ്കിൽ ഉലുവ ഇങ്ങനെ ഇടാറുമില്ല. ഉലുവ പൊടിയാണ് കേട്ടോ ഇടാറ്. പിന്നെ ഞാൻ പൊടി ഇല്ലാത്തതുകൊണ്ടും പിന്നെ വയനാട്ടിലൊക്കെ അമ്മയാണെങ്കിൽ ഈ ഉലുവ ഇങ്ങനെ ഇടാറുണ്ട്. അത് കണ്ടിട്ടുള്ളത് കൊണ്ടുമാണ് കേട്ടോ ഞാൻ പൊടിക്കാൻ മെനക്കെടാതെ ഇങ്ങനെ ഉലുവ അങ്ങ് ഇടുന്നത്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ചുമന്നുള്ളിയാണ് കേട്ടോ എടുക്കേണ്ടത്, കുഞ്ഞുള്ളി. അപ്പോൾ ഉള്ളിയും പച്ചമുളക് ഇട്ടിട്ടില്ല, ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വാട്ടി കഴിയുമ്പോൾ ബാക്കി ഐറ്റംസൊക്കെ നമുക്ക് കൂട്ടാം. അപ്പോൾ നമ്മൾ തക്കാളി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയും 2 പച്ചമുളകോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ടി വരണം. അപ്പം നമുക്ക് കുറച്ച് നേരം ഇച്ചിരി ഉപ്പൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് അതൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം കേട്ടോ. ഞാനാണെങ്കിൽ എല്ലാ ദിവസവും ഒരേ രീതിയിലൊന്നും അല്ല കേട്ടോ കറി വെക്കുന്നത്. അതിപ്പോൾ എന്ത് കറിയാണെങ്കിലും എല്ലാ ദിവസവും ഓരോ രീതിയിലല്ല വെക്കുക. അപ്പോൾ ഇന്ന് എനിക്ക് തക്കാളി ഇട്ട് വെക്കാൻ തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ തക്കാളി ഉണ്ടെങ്കിൽ ഞാൻ തക്കാളി ഇട്ട് വെക്കും, അല്ലെങ്കിൽ തക്കാളി ഇട്ട് വെക്കൂല. വീട്ടിലൊക്കെ ആണെങ്കിൽ അമ്മ തക്കാളിയൊന്നും മീൻ കറിക്കകത്ത് അടുപ്പിക്കത്തില്ല കേട്ടോ. ഇങ്ങനെ മുളക് പൊടി ഇട്ട് വെക്കുന്ന മീൻ കറിക്കകത്ത്. പക്ഷെ ഞാനാണെങ്കിൽ എനിക്കങ്ങനൊന്നുമില്ല. ഞാൻ എല്ലാ രീതിയിലും പല രീതിയിലാണ് വെക്കുക. ചിലപ്പം തേങ്ങ വറുത്തരച്ച്, മിക്കവാറും വീട്ടിലൊക്കെ ആണെങ്കിൽ തേങ്ങ വറുത്തരച്ചാണ് കൂടുതലും വെക്കാറ്. കുറച്ചെങ്കിലും തേങ്ങ അമ്മ, ഒരു ചിരവ തേങ്ങയെങ്കിലും അമ്മ വറുത്ത് എടുത്തിടും കേട്ടോ ഇതിനകത്ത് മീൻ കറിക്കകത്ത്. പക്ഷേ ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നും അങ്ങനെ വെക്കാൻ, അല്ലെങ്കിൽ തോന്നി ഇങ്ങനെ വെക്കാൻ. അപ്പം നമ്മൾ ഓരോരോ ഇഷ്ടമാണല്ലോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം വെന്ത് വന്നപ്പോഴത്തേക്കും ഞാനകത്ത് പൊടികളായ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അടച്ചു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ തെളിയും കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ തെളിയും. ഇപ്പോൾ വീഡിയോയ്ക്ക് അത് കാണുന്നില്ലല്ലേ? വെളിച്ചെണ്ണ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് തെളിയുമ്പം നമുക്കതൊന്ന് ഇളക്കി കൊടുത്തിട്ട്, പിന്നെ ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനാവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ അരപ്പൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ചിലവർക്കാണെങ്കിൽ ഇങ്ങനെ തക്കാളി ഇങ്ങനെ വെന്തുടയുന്ന ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നമ്മൾ സാധാരണ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അത് തിളച്ച് കഴിഞ്ഞ് വെള്ളത്തിനകത്ത് തക്കാളി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പക്ഷേ എനിക്കാണെങ്കിൽ നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞാൽ കുറച്ച് കൊഴുപ്പ് ആവും, മീൻകറിക്ക് കുറച്ച് കൊഴുപ്പൂടെ കിട്ടും. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മീൻ കറിക്കകത്ത് ഒരുപാട് വെള്ളം ചേർക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് ചാറ് ഇഷ്ടമാണ് കേട്ടോ മീൻകറിയുടെ. ഇപ്പോൾ എന്ത് കറി ഉണ്ടെങ്കിലും മീൻ കറിയുടെ ചാറ് കൂട്ടി കഴിക്കാൻ എനിക്കിഷ്ടമാണ്. അതുമല്ല, നമ്മൾ പിറ്റേ ദിവസത്തിനുണ്ടാക്കി കുറച്ചുകൂടെ പറ്റിക്കണമെങ്കിൽ കുറച്ച് ചാറോട് കൂടി വെക്കുന്നതല്ലേ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാൻ കുറച്ച് ചാറോടാണ് കേട്ടോ എപ്പോഴും വെക്കാറ്. ഞങ്ങൾ 2 ദിവസത്തേന് മീൻ കറി ഒന്നിച്ചാണ് വെക്കുക. അപ്പോൾ മീനൂടെ അതെല്ലാം തിളച്ചപ്പോൾ മീനൂടെ പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഉപ്പിടാനുണ്ട്, അതുപോലെ തന്നെ പുളിയും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം പറക്കി കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, കുഞ്ഞയില ആയതുകൊണ്ട് കുറച്ചധികം എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഈ വെട്ടിയെടുക്കാനും കുറച്ച് മേനക്കേടാണ്. പിന്നെ ഞാൻ നോക്കുമ്പം കമ്പാരിറ്റീവ്ലി നമ്മുടെ മത്തി വൃത്തിയാക്കുന്നതിനേക്കാളും ഭേദം ഇത് ഈ കുഞ്ഞയില വൃത്തിയാക്കുന്നതാണ്. കാരണം മത്തിയുടെ ചെതുമ്പലും കാര്യങ്ങളൊന്നും ഇളക്കണ്ടല്ലോ, ഇതിന് അത്രയും പണിയില്ലല്ലോ.
അപ്പോൾ അതാ ഞാൻ ഒന്ന് ചുറ്റിച്ചു കൊടുത്തു. ഇതുപോലെയുള്ള ഇതുപോലെയുള്ള അയിലയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, കമ്പെന്നൊക്കെ തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ, പൊടിഞ്ഞ് നാശമായിപ്പോവും. അപ്പോൾ ദാ പുളിയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കുരുമുളക്, എനിക്കൊരു സമാധാനം വരില്ല കുരുമുളക് ചേർത്തില്ലെങ്കിൽ. അപ്പം കുരുമുളക് ചേർക്കണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊരു സമാധാനമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ കുരുമുളക് പൊടിച്ച മിക്സിക്കകത്തും തട്ടി കുറച്ചങ്ങ് ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഇതുപോലെ വട്ടം ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ. നമ്മൾ തവി അതിനകത്ത് ഇളക്കാനേ പാടില്ല. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് നമുക്കൊരു തട്ടിക്കൂട്ട് മോരുകറിയും കൂടെ വെച്ചേക്കാം. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം എനിക്ക് തോന്നുന്നു അറിയാമെന്ന്, ഞാൻ മീൻ കറി വെക്കുന്ന ദിവസം മോര് കറിയായിരിക്കും കോമ്പിനേഷനായിട്ട് വെക്കാറ് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, വീഡിയോ എടുക്കുന്ന ദിവസം അങ്ങനെ ആയി പോകുന്നതാണ് ഗൈസ്. അല്ലാതെ ഞാൻ മനഃപൂർവ്വമായിട്ട് എല്ലാ ദിവസവും മോര് കറി അല്ല ഇവിടെ, നിങ്ങളത് വിശ്വസിക്കൂ. ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം മോര് കറി ആയി പോകുന്നതാണ്. അപ്പോൾ മോരിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം മിക്സിക്കകത്തോട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഉടായ്പ തന്നെയാണ്, വലിയ കാര്യമായിട്ടൊന്നും വെക്കുന്നില്ല. മീൻസ് തേങ്ങ അരയ്ക്കുന്നില്ല. തേങ്ങ അരയ്ക്കണമെന്ന് നിർബന്ധം ഇല്ലല്ലോ. അപ്പോൾ ഇതാ കുറച്ച് ഉപ്പോട് ചേർത്ത് ഞാൻ ഒന്ന് അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അത് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചീൻചട്ടി നേരെ വെച്ച് കൊടുക്കാം. നമുക്ക് കറിയിലോട്ട് തന്നെ കടക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചീൻചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ കടുവും ഉലുവയും പൊട്ടിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഉലുവ പൊടിയാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ കറിക്കകത്ത് ചേർത്ത് കൊടുക്കാൽ മതി. അപ്പം കരിക്ക് പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുന്നു. പിന്നെ മുളകും അതുപോലെ തന്നെ ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മുളക് പൊടി ഇപ്പോൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കളർ വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ശരിക്കും മറ്റേ കടു വറുക്കുന്ന മുളക് ഇടേണ്ടതാണ്, അത് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാ ദിവസവും നമ്മളത് ഇടാത്തതുകൊണ്ട് എനിക്കൊന്ന് മറന്നു കേട്ടോ, അതാണ് കാര്യം. അപ്പോൾ അതാ ഞാൻ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഇട്ട് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന കറിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത്രേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി മോരുകറിയുടെ റെഡി ആയിരിക്കുന്നത് കേസ്. പിന്നെ മോരുകറിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എങ്ങനെ കൊടുത്താലും ഇഷ്ടമാണല്ലോ. ഇവിടെ ആണെങ്കിൽ എനിക്കും പിള്ളേർക്കും മാത്രം അത്ര പസന്തുള്ളൂ, ഏട്ടന് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ മോരുകറിക്കൊന്നും. അപ്പോൾ അതാ നമ്മുടെ ആ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പം മീൻ വറുത്തൂടെ എടുത്താൽ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കാര്യങ്ങളെല്ലാം കുശാലായി കേട്ടോ. ഈ മീൻ വറക്കാൻ ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് അങ്ങ് തീർന്നു പോയി. അപ്പോൾ അതിനെ കൂടുതലായി ഡീറ്റെയിൽ ആയിട്ടൊന്നും മീൻ വറക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാം പറക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാം. വേറെ എന്തിനാണ്, ആരെയാണ് നോക്കിയിരിക്കുന്നത് ഫുഡ് കഴിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചാറ് കൂടുതലാണ് ഇട്ടത്, പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് ആണല്ലോ മുഖ്യം, ചാറിലല്ലല്ലോ കാര്യം. അപ്പോൾ ഞാൻ മീൻ വറുത്തതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് കഴിക്കട്ടെ, നിങ്ങളൊക്കെ കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പം കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു യാത്ര പോകാൻ വേണ്ടിയിട്ട്. യാത്ര എന്ന് പറഞ്ഞാൽ ദൂരെ യാത്രയൊന്നും അല്ല കേട്ടോ. ഈ കാശിയുടെ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. വൈകുന്നേരമാണ് കേട്ടോ ഇറങ്ങിയിരിക്കുന്നത്. കാശിയുടെ മുടി മാത്രമല്ല, കുഞ്ഞിയുടെ മുടിയുടെ തുമ്പൂടെ ഒന്ന് വെട്ടിക്കണം. അപ്പോൾ അതാ കാശിയെ പിടിച്ചെത്തുന്നത്. സാധാരണ കാശിയാണെങ്കിൽ അടങ്ങിയിരിക്കാറുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മുടി വെട്ടിയതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഓർമ്മയില്ല. പക്ഷെ എടുത്തിട്ടുണ്ടായിരുന്നു, ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവൻ അടങ്ങിയിരുന്ന് സഹകരിക്കുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ആ ഒരു സഹകരണം അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ല ഗൈസ്. ഭയങ്കര അലമ്പായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര അലമ്പായിരുന്നു. അയാളെ മുടി വെട്ടാൻ വേണ്ടി അയാളെ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഏട്ടനും പിടിച്ചു വെച്ചിട്ടൊക്കെയാണ് വെട്ടിയത്. അതിനിടയ്ക്ക് കരച്ചിലൊന്നുമില്ല, പിടിച്ച് വെക്കാണ്, പക്ഷെ അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ കുറേ ശ്രമിച്ചിട്ട് എന്തോ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമായില്ല കേട്ടോ ഈ പ്രാവശ്യം മുടി വെട്ടിയത്. ഏട്ടൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സെറ്റായില്ല എന്ന്. പിന്നെ മുടിയുടെ തുമ്പൂടെ വെട്ടി. പിന്നെ താണ്ട ആറന്മുള അമ്പലമാണ് കേട്ടോ. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നു. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.